ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷു സുജുവിനോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവാം. അമ്മ അത് പറയാൻ മടിയൊന്നും കാണിക്കണ്ട എന്ന് കൃഷി അങ്ങനെ സുജുവിനോട് പറയുകയാണ്. സുജു അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നിങ്ങളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് സുജു അങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബലരാമൻ സുജുവിൻ്റെ വാർത്തയറിഞ്ഞ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. എന്താ പറ്റിയത് അമ്മയെന്ന് ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലടാ, ചെറിയൊരു മുറിവേ പറ്റിയുള്ളൂ എന്നങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ബലരാമൻ സാഗറിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛ നിങ്ങൾ എന്തിനാണ് ഇപ്പം അമ്പലത്തിലേക്കൊക്കെ പോവാൻ നിന്നത്, എന്തായിരുന്നു കാര്യമെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, കൃഷ്ണന്റെ പേരിൽ കുറച്ച് വഴിപാടുകൾ ചെയ്യാനുണ്ടായിരുന്നു, അതിനുവേണ്ടി പോയതാണെന്ന് പറയുമ്പോൾ ബലരാമന് ദേഷ്യം വരുന്നുണ്ട്. ബലരാമൻ എന്നിട്ട് പറയുന്നുണ്ട്, ആർക്കുള്ള വഴിപാടാണെങ്കിലും അവരുടെ നന്മ കൊണ്ട് കിട്ടിയതാണല്ലോ ഇപ്പൊ ഇത് എന്നങ്ങനെ പറയാണ്. കൃപപ്പ ചോദിക്കുന്നുണ്ട്, അല്ല കൺമണിയെ വിളിച്ച് കൃഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബലരാമേട്ടൻ്റെ കൂടെ എന്താ കൺമണി വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അച്ഛ, ഞാൻ എന്താ ഡോക്ടറോട് പോയി ഒന്ന് സംസാരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡോക്ടർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ നിനക്ക് വേണമെങ്കിൽ നീ പോയി സംസാരിച്ചോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബലരാമൻ സുജുവിനോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ, കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുകയാണ്. സുജു അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരി, ഞാൻ അമ്മയ്ക്ക് ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമെന്ന് ബലരാമൻ അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ജ്യൂസ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് തരാമെന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ അമ്മയ്ക്ക് ജ്യൂസ് വാങ്ങാൻ എനിക്കറിയാം അച്ഛ, ഞാൻ എന്തായാലും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബലരാമൻ അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. സങ്കടപ്പെട്ട് നിൽക്കുന്ന കൃഷിനെ സാഗർ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, കാര്യമാക്കുന്നൊന്നുമില്ല, അധികാരമുള്ളവർക്ക് എന്തും കാണിക്കാമല്ലോ എന്ന് കൃഷി അങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കൺമണിക്കാണെങ്കിൽ സുജുവിനെ കാണാൻ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൺമണിയെ വന്ന് ദേവ്ജിയും മഹിയും ആശ്വസിപ്പിക്കുന്നുണ്ട്. കൺമണി, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, സുജുവിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ, പിന്നെന്തിനാണ് ഇങ്ങനെ വെറുതെ നിന്ന് വിഷമിക്കുന്നതെന്ന് ദേവ്ജി അങ്ങനെ ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എങ്കിലും ദേവ്ജി, അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് എനിക്കൊന്ന് കാണാൻ പോകാൻ പറ്റിയില്ലല്ലോ, അവരൊക്കെ എന്തു വിചാരിക്കും എന്നങ്ങനെ കരഞ്ഞുകൊണ്ട് കൺമണി പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഫോണിൽ വിളിച്ചപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കുകയെന്ന് പറയുകയാണ്. അങ്ങനെ ദേവ്ജിയും കൺമണിയും മഹിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കലിതുള്ളിക്കൊണ്ട് മാനസ വരുന്നത്. കൺമണി, നിന്നോട് ഞാൻ എത്ര നേരമായി ഒരു ബ്ലാക്ക് കോഫി ചോദിച്ചിട്ട്, എന്നിട്ട് എന്തെത്ര നേരമായിട്ട് കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുകയാണ്. അതിന് എന്നോട് മാഡം പറഞ്ഞില്ലല്ലോ എന്ന് കൺമണി ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിനോട് പറഞ്ഞയച്ചിരുന്നു എന്ന് മാനസ പറയുന്നുണ്ട്. കൺമണിയപ്പോൾ പറയുകയാണ്, എന്നോടാരും ഇവിടെ വന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് കൺമണിയും തിരിച്ചു പറയുകയാണ്. പിന്നീട് മാനസ ദേവ്ജിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു സീനിയർ അല്ലേ, ഇവിടത്തെ ഉത്തരവാദിത്തം ഇല്ലായ്മ കാണിക്കുമ്പോൾ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ ഇവൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, ഞാൻ പഠിച്ച ബിസിനസ്സും മാനസ പഠിച്ച ബിസിനസ്സും രണ്ടും രണ്ടാണ്, ഓഫീസിൽ കുറച്ച് സൗഹൃദം വെക്കുന്നതൊന്നും ഒരു കുഴപ്പവുമില്ല, അതാണ് ഞാൻ പഠിച്ച ബിസിനസ്, പക്ഷേ നിങ്ങളിവിടെ ചെയ്തു കൂട്ടുന്നത് തൊഴിലാളികളുടെ കണ്ണീരിൽ ചവിട്ടിയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്, ഓഫീസിൽ കുറച്ച് മനുഷ്യത്വം കാണിക്കുന്നതിലും സൗഹൃദം വെക്കുന്നതിലൊന്നും എനിക്കൊരു തെറ്റും കാണാൻ പറ്റിയിട്ടില്ലെന്ന് ദേവ്ജി അങ്ങനെ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, എൻ്റെ കണ്ണിൽ അത് തെറ്റ് തന്നെയാണ്, എൻ്റെ ശമ്പളം വാങ്ങിക്കുന്നവര് ഞാൻ പറയുന്ന ജോലിയാണ് ചെയ്യേണ്ടത്, കൺമണി മേലാൽ കിച്ചണിലല്ലാതെ നിന്നിഞ്ഞു പുറത്ത് കാണരുത്, ഇത്രയൊക്കെ നിനക്ക് പെർമിഷൻ ഉള്ളൂ എന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ കൺമണിക്ക് ദേഷ്യം വരുന്നുണ്ട്. കൺമണി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ എനിക്കിന്നൊരു കാര്യം അറിയണം, കൃത്യമായിട്ട് പറയണം, എനിക്ക് എവിടേക്കൊക്കെ പോവാം, എവിടെയൊക്കെ ഇരിക്കാം, കൃത്യമായി ഈ ഓഫീസിൽ എൻ്റെ ജോലി എന്താണ്, ആരോടൊക്കെ സംസാരിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണം, റിട്ടേൺ ആയിട്ട് തന്നെ വേണം, ആരും ഇരിക്കുന്ന കസേരയിൽ വലിഞ്ഞു കയറിയിരുന്നിട്ട് തൊഴിൽ നിയമം പറഞ്ഞിട്ട് പോയാൽ ഈ നാട്ടിലും അന്തസ്സായിട്ടുള്ള തൊഴിൽ നിയമമുണ്ട്, ഇവിടെയും ചില രീതികളുണ്ട്, അതെല്ലാം മാഡവും മനസ്സിലാക്കണം, സ്വയം മനസ്സിലാവുന്നില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് കൺമണി അങ്ങനെ പറയാണ്. മാനസപ്പ പറയുന്നുണ്ട്, നീ ഈ ഓഫീസിൽ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നത് ഞാൻ തീരുമാനിക്കും, എൻ്റെ കാല് തുടയ്ക്കാൻ പറഞ്ഞാൽ കാല് തുടയ്ക്കണം, കാല് നക്കാൻ പറഞ്ഞാൽ അതും ചെയ്യണം എന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഈ ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ടുവരണമെന്ന് കൺമണി അങ്ങനെ പറയുമ്പോൾ മാനസയ്ക്ക് ദേഷ്യം വന്ന് ഡി എന്ന് വിളിച്ച് കൺമണിയുടെ കരണത്തേക്ക് അടിക്കാൻ പോവുകയാണ്. എന്നാൽ കൺമണി മാനസയുടെ കൈ തടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിന് എൻ്റെ നേർക്ക് കൈ ഉയർത്തിയാൽ അതാരാണെങ്കിലും ഞാൻ തടുക്കും, കമ്പനി മുതലാളിയാണെങ്കിൽ പറയേണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി, ഇതിനപ്പുറം എനിക്ക് നിങ്ങളിൽ നിന്ന് ഒന്നും അനുസരിക്കേണ്ട കാര്യമില്ല, നമ്മൾ തമ്മിൽ സൗന്ദര്യ പിണക്കൊന്നുമല്ലല്ലോ,
തൊഴിൽ തർക്കമാണ്, അതിനുവേണ്ടി ഇവിടെ കോടതിയും നിയമങ്ങളുമുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് വലിയൊരു ക്ഷീണമായിരിക്കും എന്നെല്ലാം കൺമണി അങ്ങനെ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, ഇതിനെല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തരാൻ മടി, ഇതിന് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ മാനസയല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് മാനസ അവിടെ നിന്നും പോവുകയാണ്. ദേവ്ജി അപ്പോൾ കൺമണിയോട്, മോളെ നീ ഇത് എന്ത് പണിയാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ ദേവ് സാർ, അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അവൾ ചെയ്യട്ടെ, കൊല്ലുകയാണെങ്കിൽ അങ്ങോട്ട് കൊല്ലട്ടെ, ഇതിനേക്കാൾ അന്തസ്സ് അതിനുണ്ടല്ലോ എന്ന് കൺമണി അങ്ങനെ ദേവ്ജിയോട് പറയുന്നുണ്ട്. പിന്നീട് കൃഷും കൃപയും ബലരാമനും സുജുവിനെ കിടത്തിയ റൂമിന് പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. ബലരാമൻ അപ്പോൾ കൃപയോട്, മോളെ നിനക്ക് ചായ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ കൃപ ആ വേണേട്ടാ എന്ന് പറയാണ്. അല്ല മോളെ, ഈ കൃഷി ഇവിടെ എന്തിനാണ് വെറുതെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃപ പറയുന്നുണ്ട്, ഏട്ടൻ ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം എന്നങ്ങനെ കൃപ തിരിച്ചു ചോദിക്കുകയാണ്. ഇവൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ബലരാമൻ അങ്ങനെ പറയുമ്പോൾ കൃപയോട് പോയി, മോളെ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ കൃപ കൃഷിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഏട്ടാ നിൽക്ക്, എനിക്കും ഒരു ചായ വേണം, ഞാനും ഒരു ചായ കുടിക്കണം പറഞ്ഞിരിക്കുകയായിരുന്നു എന്നങ്ങനെ പറയുന്നുണ്ട്. ബലരാമനാണെങ്കിൽ കൃപയെ തടുക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ചായ വാങ്ങിച്ചു തരാം, നീ ഇവൻ്റെ കൂടെ പോവണ്ട, അച്ഛനും അമ്മയും നോക്കാൻ പിന്നെ ഞാനിവിടെയുണ്ട്, അതുകൊണ്ട് കൃഷിയെ നീ ഇന്നിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ബലരാമൻ അങ്ങനെ പറയുമ്പോൾ കൃഷിന് അതൊരു ഷോക്കാവുകയാണ്. കൃഷി പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാനുള്ള അധികാരമുണ്ട്, എന്നെ കുറേ കാലം അവർ നോക്കി വളർത്തിയതാണ്, അപ്പോൾ അവരെ നോക്കേണ്ടത് എൻ്റെയും കൂടി കടമയാണെന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ ബലരാമൻ വീണ്ടും പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട, അതെനിക്കിഷ്ടമല്ല എന്ന് പറയാണ്. എന്നാൽ കൃപയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് ബലരാമനോട് അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ ബലരാമൻ്റെ കുത്തുവാക്കുകൾ സഹിക്കാനാവാതെ കൃഷി സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കൃഷി അങ്ങനെ കൺമണിയെ വിളിക്കുകയാണ്. കൺമണി നീ എവിടെ, നമുക്ക് ആ അമ്പലത്തിലൊന്ന് പോവണം, അമ്മയെ ആക്രമിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ കൃഷി അങ്ങനെ പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, സാറിപ്പോൾ എവിടെയാണ്, അമ്മ അടുത്തുണ്ടോ, ഒന്ന് ഫോൺ കൊടുക്കോ, എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഞാനിപ്പോൾ അവിടെ ഇല്ല, അവിടെ നിന്ന് ഇറങ്ങി എന്നങ്ങനെ പറയാണ്. കൺമണിയപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം, സാർ അങ്ങനെ അമ്മയുടെ അടുത്തുനിന്ന് വരാൻ സാധ്യതയില്ലല്ലോ, പിന്നെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൃഷും ബലരാമനും തമ്മിലുണ്ടായ സംസാരമെല്ലാം കൃഷി അങ്ങനെ സങ്കടത്തോടെ കൺമണിയോട് പറയുകയാണ്. അങ്ങനെ കൺമണി പറയുന്നുണ്ട്, സാറ് വിഷമിക്കണ്ട, ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം, നമുക്ക് രണ്ടാൾക്കും മീറ്റ് ചെയ്യാം, മാനസിനിപ്പോൾ പുറത്തേക്കൊന്നും വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാനിനിയിപ്പോൾ ചോദിക്കാനൊന്നും പോകുന്നില്ല, അതിനുള്ളതൊക്കെ കുറച്ചു മുന്നേ ഇവിടെ നടന്നു കഴിഞ്ഞു, എല്ലാം ഞാൻ നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് കൺമണി അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് ബലരാമനും കൃപയും സുജുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. കൃഷി എവിടെയെന്ന് സുജു അങ്ങനെ ചോദിക്കുമ്പോൾ കൃപ പറയുന്നുണ്ട്, ഏട്ടൻ പോയി, ബലരാമേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു, അത് കേട്ട് ദേഷ്യം വന്ന് ഏട്ടൻ ഇറങ്ങിപ്പോയി എന്ന് കൃപ അങ്ങനെ പറയാണ്. ബലരാമൻ എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയെ നോക്കാൻ ഞങ്ങളില്ലേ, ബിസിനസ് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, നിങ്ങളെ ഞാൻ നോക്കും, അമ്മയ്ക്കൊരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ ഞാൻ ഓടി വരും, എത്ര നേരം വേണമെങ്കിലും നിൽക്കും എന്നങ്ങനെ ബലരാമൻ പറയുകയാണ്. കൃഷ്ണയാണെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാഗറപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സുജുവിനോട് ഡോക്ടർ പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, എന്നാൽ ശരി അമ്മയെ ഞാൻ വീട്ടിൽ കൊടുന്നു വിടാമെന്ന് പറയുകയാണ്. സുജു അപ്പോൾ നിനക്ക് വല്ല തിരക്കുണ്ടെങ്കിൽ പോയിക്കൊന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, എനിക്കൊരു തിരക്കുമില്ല, അമ്മയുടെ കാര്യം കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തുള്ളൂ എന്ന് പറയുകയാണ്. പിന്നീട് കൺമണിയും കൃഷും ആ അമ്പലത്തിലെത്തുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് കൃഷി അങ്ങനെ കൺമണിയോട് പറയുന്നുണ്ട്, ഇവിടെ വെച്ചിട്ടാണ് സംഭവം നടന്നത്, എന്നെ രക്ഷിക്കുന്നതിനിടയിലാണ് അമ്മയ്ക്ക് ആക്രമണം പറ്റിയത്, അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താതിരിക്കാമായിരുന്നു, എന്നിട്ടും അമ്മ എന്നെ രക്ഷിച്ചു എന്ന് കൃഷി അങ്ങനെ കൺമണിയോട് പറയുമ്പോൾ കൺമണി ഇൻഡയറക്റ്റായി അങ്ങനെ സുജുവിൻ്റെ സ്നേഹം കൃഷിനോട് പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.